വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. മൊഡ്യൂൾ 2 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. രണ്ട് ക്വസ്റ്റ്യൻ, ഒരു പ്രിസവും ഒരു പീരിയഡുമാണ് ഇതുവരെ വരച്ചത്. നെക്സ്റ്റ് നമുക്ക് സോളിഡ്സ് ഓഫ് റെവല്യൂഷൻ, അതായത് കോൺ അല്ലെ സിലിണ്ടർ. ഓക്കെ, കോണിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ: എ കോൺ ഓഫ് 40 mm diameter and axis 70 mm long has one of its generators on HP. A plane containing that generator and the axis is perpendicular to HP and inclined at 45 degree to VP. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് വേണ്ടത് ജനറേറ്ററിൽ റെസ്റ്റ് ചെയ്യുന്ന ഒരു കോൺ, പറഞ്ഞിരിക്കുന്ന ഒരു കോണാണ് ജനറേറ്റർ HP. അതായത് നമ്മൾ ആദ്യം ചെയ്യുന്ന ബേസ് ഫിയർ വരയ്ക്കുക. ബേസ് ഫിയർ കോണിൻ്റെ എപ്പോഴും ഇത് തന്നെയാണ്. ബേസ് ഇങ്ങനെ വെച്ചിട്ട് ബേസ് ഫിയർ വരയ്ക്കുക. ദെൻ ജനറേറ്ററിൽ HP റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ജനറേറ്റർ, നമ്മൾ റൈറ്റ് സൈഡ് വെച്ചിരിക്കുന്ന ജനറേറ്റർ, ഈ എൻഡ് ജനറേറ്റർ റെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഫുൾ സോളിനെ ഇങ്ങനെ കിടത്തുക. ഓക്കെ, അപ്പോൾ കോൺ ഈ ഒരു പൊസിഷനിലായി. ദെൻ നമുക്ക് വേണ്ടത് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. VP കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. പ്ലെയിൻ കണ്ടെയ്നിങ് ദാറ്റ് ജനറേറ്റർ ആൻഡ് ആക്സിസ് ഈസ് പെർപെൻഡിക്കുലർ ടു HP ആൻഡ് ഇൻക്ലൈൻഡ് 45 ഡിഗ്രി ടു VP. ഓക്കെ, അപ്പോൾ ആക്സിസ് എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് 45 ഡിഗ്രി ടു VP. ഇതാണ് ആക്സിസ്. ഇതിൻ്റെ സെൻറ്റർ തൊട്ട് ഇവിടെ മേലുള്ള പോയിൻ്റാണ് ആക്സിസ്. ലൈനാണ് ആക്സിസ്. ദെൻ ആക്സിസിൻ്റെ ഇൻക്ലിനേഷൻ 45 ഡിഗ്രി. ഇത് നേരെ 45 ഡിഗ്രി ഇൻക്ലിനേഷൻ ആയിരിക്കും. ഇങ്ങോട്ട് കൊണ്ടെടുക്കാം, ഇങ്ങോട്ട് കൊണ്ടെടുക്കാം. ഓക്കെ, ഈ ഒരു പൊസിഷൻ്റെ ഫ്രണ്ട് ടോപ്പ് ആണ് വരയ്ക്കണം. ഫസ്റ്റ് നമ്മൾ ബേസ് ഫിയർ വരയ്ക്കും. ദെൻ ജനറേറ്ററിൽ കംപ്ലീറ്റഡ് ജനറേറ്ററിൽ റെസ്റ്റ് ചെയ്യും. ദെൻ 45 ഡിഗ്രി ഇൻക്ലിനേഷൻ കൊടുക്കും. ഈ ഡയറക്ഷനിലും 45 ഡിഗ്രി ഇൻക്ലിനേഷൻ കൊടുക്കുന്നു. ദെൻ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് ആണ് നമുക്ക് വരയ്ക്കാനുള്ളത്. ഓക്കെ, ഇത് കോൺ ബേസ് ഡൈയും ആക്സിസ് എന്ന് വന്നിട്ടുണ്ട്. ജനറേറ്ററിൽ റെസ്റ്റ് ചെയ്യുന്നു. HP-യിൽ ജനറേറ്ററിൽ റെസ്റ്റ് ചെയ്യുന്നു. ദെൻ ആക്സിസ് എന്ന് പറയുന്നത് 45 ഡിഗ്രി ടു VP. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് നേരെ ക്വസ്റ്റ്യൻ ചെയ്യണം. കോണാണ്, അപ്പോൾ ആകെ ഒരു ബേസ് ഫിഗറേ ഉള്ളൂ. ഡയറക്റ്റ്ലി ആയിട്ട് ബേസ് ഫിഗർ വരയ്ക്കാം. ഓക്കെ, ഫസ്റ്റ് ടോപ്പ് വരയ്ക്കാം. ഡയമീറ്റർ വന്നിട്ടുണ്ട് 40 mm ആണ് ഡയമീറ്റർ. 20 mm റേഡിയസിൽ ടോപ്പ് സർക്കിളായിരിക്കും. ടോപ്പ് മാർക്ക് ചെയ്യും. ഓക്കെ, 20 mm റേഡിയസ് 40 mm ഡയയിൽ സർക്കിൾ മാർക്ക് ചെയ്തു. ദെൻ നേരെ അതിൻ്റെ ഫ്രണ്ടിലേക്ക് പോകാം. സെൻറ്റർ, ഓക്കെ. ഫ്രണ്ട് വ്യൂ നോക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് പോയിൻറ്റ്സിന് വേണ്ടി, അതായത് കോണോ സിലിണ്ടർ ആണെങ്കിൽ നമുക്ക് ആക്ച്വലി ഇപ്പോൾ ഇവിടെ പോയിൻറ്റ്സ് എടുക്കാനില്ല. കുറച്ച് പോയിൻറ്റ്സ് കിട്ടാൻ വേണ്ടി ഈ കോണിനെ അല്ലെങ്കിൽ ഒരു സർക്കിളിനെ ഒരു ഈക്വൽ 8 പാർട്സ് ആയിട്ടോ 6 പാർട്സ് ആയിട്ടോ ഒക്കെ ഡിവൈഡ് ചെയ്യാം. 8 ആണ് ഇപ്പോഴും നല്ലത്. ഓക്കെ, 8 പാർട്സ് ആയിട്ട് ഓൾമോസ്റ്റ് കറക്റ്റ് ഈക്വലി 8 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ നേരെ 8 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് നെയിം ചെയ്യാനും കറസ്പോണ്ടിങ് പോയിൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയാണ് 8 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തത്. പക്ഷേ ഇതെല്ലാം തിൻ ലൈൻസ് ആയിരിക്കും വരയ്ക്കേണ്ടത്. കാരണം ഇത് ആക്ച്വലി അങ്ങനെ ലൈൻസ് ഇല്ല. നമ്മൾ പോയിൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വരച്ച ലൈൻസ് ആണ്. സോ അത് തിന്നായിരിക്കണം. ഇനി ആക്സിസിൻ്റെ ഹൈറ്റ് വന്നിട്ടുണ്ട്. ആക്സിസിൻ്റെ ഹൈറ്റ് 70 mm ആണ്. ഓക്കെ, അപ്പോൾ 70 mm ലോങ് ആക്സിസ് മാർക്ക് ചെയ്യാം. ദെൻ കോണാണ്. കോണിൻ്റെ ഫ്രണ്ട് നമുക്കറിയാം ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും. mm എന്ന് പറഞ്ഞാൽ ആക്ച്വലി വലിയ കോണാണ് വരുന്നത്. സ്പേസ്. ഓക്കെ, അപ്പം ഇത് മാത്രമാണ് വിസിബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ഇത് നമുക്ക് എന്താ, നമ്മൾ ഇമാജിനറി ആയിട്ട് കുറച്ച് പോയിന്റ്സ് എടുത്തേക്കണം. അപ്പോൾ ജസ്റ്റ് തിന്നായിട്ട് മാത്രം മാർക്ക് ചെയ്യാം. സ്ലാൻഡ് എഡ്ജ് വരയ്ക്കണമെന്നില്ല. ഈ പോയിന്റ്സ് ഇവിടെ ലൊക്കേറ്റ് ചെയ്തിട്ടിരുന്നാലും മതി. നമ്മൾ വരച്ചു. ദെൻ പോയിന്റ്സ് നെയിം ചെയ്യുമ്പോൾ നമ്മൾ ഇമാജിനറി പോയിന്റ്സ് എല്ലാം നെയിം ചെയ്യാം. H and center O, O dash, A dash, B dash, C dash.
കുറച്ചധികം പോയിൻറ്റ്സ് വരും, 8 പോയിൻറ്റ്സ് വരും. സിലിണ്ടർ ആണെങ്കിൽ മുകളിലത്തെ ബേസിൽ 8 പോയിൻറ്റ്സോട് വരും. ഇപ്പോൾ ശ്രദ്ധിച്ച് വരിക്കണം. ഇപ്പോൾ കോണിൻ്റെ ഫസ്റ്റ് കേസ് കഴിയും. നമുക്ക് നെക്സ്റ്റ് പറയുന്നത് ജനറേറ്ററിൽ റെസ്റ്റ് ചെയ്യാം. നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചു എന്തായിരുന്നു, ജനറേറ്ററിൽ ഫുള്ള് HP കിടക്കണം. അതായത് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ഏറ്റവും റൈറ്റിലിരിക്കുന്ന ജനറേറ്റർ, ഈ ജനറേറ്റർ O'E' ഏറ്റവും റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ജനറേറ്ററിലായിരിക്കും ശരിക്കും റെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ O'E' എന്നുള്ള എക്സ് ലൈനിൽ വരുന്ന രീതിയിൽ അടുത്ത ഫിഗർ വരയ്ക്കണം. അതായത് ഫുള്ളി HP ജനറേറ്റർ റെസ്റ്റ് ചെയ്യിപ്പിക്കുക. O'E' ഫുള്ള് എക്സ് ലൈനിൽ ആയിരിക്കണം. അതാണ് ഫസ്റ്റ് ഇൻക്ലിനേഷനിൽ വരിക. ഓക്കെ, അതിന് വേണ്ടി O'E' ലെങ്ത് എടുക്കാം. ആ ലെങ്ത് മാർക്ക് ചെയ്തു. A' ലെങ്ത് എടുക്കാം. O' to A' ലെങ്ത് എടുത്തു. ഓക്കെ, നമുക്ക് ആ കറസ്പോണ്ടിങ് ഫ്രണ്ട് കിട്ടി. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് കിട്ടി. ദെൻ ആ കറസ്പോണ്ടിങ് പോയിൻറ്റ്സോടെ ബാക്കി 2 പോയിൻറ്റ്സ് ഉണ്ട്, അതോടെ മാർക്ക് ചെയ്യാം. ഇത് ആക്ച്വലി സ്ലാൻഡ് ഹൈറ്റ് ആയിട്ട് വരയ്ക്കണമെന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പോയിൻറ്റ്സ് ഇവിടെ മാത്രം മാർക്ക് ചെയ്തിട്ടാലും മതി. ഇനി വരയ്ക്കുന്നു, ആക്സിസ് മാർക്ക് ചെയ്യാം. ഇത് തിന്നായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തിന്നായിട്ട് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ നെയിം ചെയ്ത് ജസ്റ്റ് ഇട്ടാലും മതി. നെയിം ചെയ്യാം. E1' ആണ് റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പോയിൻറ്റ്സ് എല്ലാം നെയിം ചെയ്തു. ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ പോയിൻറ്റ്സ് എല്ലാം താഴേക്ക് ഡ്രോപ്പ് ചെയ്യും. ഓക്കെ, ഇനി ഓരോ പോയിൻറ്റ്സും കറസ്പോണ്ടിങ്ലി ലൊക്കേറ്റ് ചെയ്യാം. ഇതിന് സ്റ്റാർട്ട് ചെയ്താൽ A വരുന്നത് A1, B1, C1, D, E. ഈ പോയിൻറ്റ്സ് കിട്ടി. ദെൻ ഇവിടുത്തെ ഓയും കൂടെ അത് ലൊക്കേറ്റ് ചെയ്തൊക്കെ ഇവിടുത്തെ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പോയിൻറ്റ്സ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ കർവായിട്ട് വേണം ജോയിൻ ചെയ്യാൻ. അപ്പോഴും ബേസ് വിസിബിൾ ആണോ നോക്കുക. കാരണം ഇവിടെ നിന്നാണ് നമ്മളപ്പോൾ ഒബ്സർവർ ഈ ഡയറക്ഷനാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഡയറക്ഷൻ നോക്കുമ്പോൾ ബേസ് മുകളിൽ തന്നെയാണ്, ബേസ് വിസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ബേസിലെ പോയിൻറ്റ്സ് എല്ലാം നമുക്ക് ഡാർക്കായിട്ട് വരയ്ക്കാം. പക്ഷേ ജോയിൻ ചെയ്യുമ്പോൾ കർവായിട്ട് വേണം ജോയിൻ ചെയ്യാൻ. നേരത്തെ വരച്ച പോലെ സ്ട്രെയിറ്റ് ലൈൻസ് അല്ല, കർവ്ഡ് ആയിട്ട് ജോയിൻ ചെയ്യാം.
കുറച്ചുകൂടെ നീറ്റായിട്ടൊക്കെ ജോയിൻ ചെയ്യാൻ നോക്കുക. കർവായിട്ട് അത്ര ജോയിൻ ചെയ്തു. ദെൻ എക്സ്റ്റീരിയർ ആയിട്ടുള്ള പോയിന്റ്. ബാക്കി ലൈൻസ് ഒന്നും നമുക്ക് ഇവിടെ വരയ്ക്കേണ്ട ആവശ്യമില്ല. ആക്ച്വലി ഈ ലൈൻസ് വരച്ച് ആക്സിസ് ലൊക്കേറ്റ് ചെയ്താൽ ഓക്കെ. ഇപ്പോൾ നമ്മുടെ കണ്ടീഷൻ ഫസ്റ്റ് ഇൻക്ലിനേഷൻ, അതായത് സ്ലാൻഡ് എഡ്ജിൽ ജനറേറ്ററിൽ കംപ്ലീറ്റ് കോൺ റെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കേസായി. അതായത് ഫുള്ള് HP ജനറേറ്റർ ഫുള്ള് HP എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഫിഗർ കംപ്ലീറ്റ് ചെയ്തു. ദെൻ നമുക്ക് വേണ്ടത് അടുത്ത കണ്ടീഷൻ എന്താ നോക്കുക. 45 ഡിഗ്രി ടു ആക്സിസ് ഇൻക്ലൈൻഡ് 45 ഡിഗ്രി ടു VP, അതാണ് അടുത്ത കണ്ടീഷൻ. ഓക്കെ. അപ്പോൾ നമുക്ക് വരയ്ക്കേണ്ട ആക്സിസിന് നേരെ XY ലൈന് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആക്കി വരയ്ക്കണം. ഓക്കെ. ആക്സിസ് ആണ് ഓവൺ എന്നുള്ളതാണ് ആക്സിസ്. ഓക്കെ. ഇവിടെ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യമുണ്ട്. ഇവിടുത്തെ ആക്സിസിൻ്റെ ലെങ്ത് നോക്കാം. ഇതൊരിക്കലും 70 കാണില്ല, കാരണം ലെങ്ത് റെഡ്യൂസ്ഡ് ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ. 70 ഇല്ല, കാരണം ടോട്ടൽ ഇവിടെ ഒറിജിനൽ ലെങ്ത് 70 ഉണ്ടായിരുന്നു, ഇവിടെ ലെങ്ത് 70 ഇല്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഓക്കെ. ഇതിലുള്ള ക്വസ്റ്റ്യനിൽ നമുക്ക് ആ ഒരു കേസ് വന്നില്ല. ഈ കേസിൽ നമുക്ക് ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ. ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ ഇവിടെ നോക്കുക. ഇത് ലൈൻ റൊട്ടേഷൻ ജനറൽ ഫിഗർ ആയിരുന്നു. മൊഡ്യൂൾ 1 നമ്മൾ പഠിച്ച ലൈൻ റൊട്ടേഷൻ്റെ ഒരു ജനറലൈസ്ഡ് റെപ്രസെൻറ്റേഷനാണ്. ഇതിൽ ഇവിടുത്തെ താഴ്ഭാഗം ശ്രദ്ധിക്കുക. ഓക്കെ. ഇവിടെ നമ്മൾ AB2 എന്ന് പറഞ്ഞാൽ ട്രൂ ലെങ്ത് ആണ്. ട്രൂ ലെങ്തിൻ്റെ ആംഗിളാണ് 5. അതുപോലെ AB എന്ന് പറഞ്ഞാൽ ടോപ്പ് വ്യൂ ആണ്. ടോപ്പ് വ്യൂയുടെ ആംഗിൾ ബീറ്റയാണ്. ടോപ്പ് വ്യൂയുടെ ലെങ്ത് എപ്പോഴും റെഡ്യൂസ്ഡ് ലെങ്ത് ആയിരിക്കും, അതായത് ട്രൂ ലെങ്തിനേക്കാളും കുറഞ്ഞ ലെങ്ത് ആയിരിക്കും ടോപ്പ് വ്യൂൻ്റെ ലെങ്ത്. ഓക്കെ. അപ്പോൾ ടോപ്പ് വ്യൂൻ്റെ ലെങ്ത് നമുക്ക് മാർക്ക് ചെയ്യേണ്ട ആംഗിൾ ബീറ്റയാണ്. അതൊരിക്കലും 5ൽ മാർക്ക് ചെയ്യാൻ പറ്റില്ല. 5ൽ മാർക്ക് ചെയ്യണമെങ്കിൽ അത് ട്രൂ ലെങ്ത് ആയിരിക്കണം. ഓക്കെ. അപ്പം ഇവിടെ നമുക്ക് ആക്സിസ് ആണ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കണ്ടീഷൻ ആക്സിസ് ആണ് ഫൈനൽ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആക്സിസ് മാത്രം നോക്കിയാൽ മതി. ആക്സിസിൻ്റെ ഒറിജിനൽ ലെങ്ത് ആണ് ഇവിടെ നോക്കുക. ഇവിടെ ഒറിജിനൽ ലെങ്ത് അല്ല, കാരണം ഇവിടെ നേരെ പാരലൽ വരച്ചതാണ്. അപ്പോൾ എന്തായാലും റെഡ്യൂസ്ഡ് ലെങ്ത് ആണ്. അപ്പോൾ ആക്സിസിൻ്റെ റെഡ്യൂസ്ഡ് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ബീറ്റ ആംഗിളിലേ വരയ്ക്കാൻ പറ്റും. പക്ഷേ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഇൻക്ലിനേഷൻ വിത്ത് VP ആണ്. ഇൻക്ലിനേഷൻ വിത്ത് VP എന്ന് പറഞ്ഞാൽ 5 ആണ് ആംഗിൾ. ഓക്കെ. അപ്പോൾ ഇൻക്ലിനേഷൻ വിത്ത് VP ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 5 ഡിഗ്രിയിൽ നമുക്ക് ഒരിക്കലും ട്രൂ ലെങ്ത് അല്ല റെഡ്യൂസ്ഡ് ലെങ്ത് വരയ്ക്കാൻ പറ്റില്ല. 5 ഡിഗ്രിയിൽ വരയ്ക്കണമെങ്കിൽ അത് ട്രൂ ലെങ്തേ വരയ്ക്കാൻ പറ്റും. നമുക്ക് ഉള്ളത് റെഡ്യൂസ്ഡ് ലെങ്ത് ആണ്. ആക്സിസിൻ്റെ ടോപ്പ് വ്യൂൻ്റെ ലെങ്ത് ആണ് നമുക്കുള്ളത്. ഈ ലെങ്ത് വരയ്ക്കണമെങ്കിൽ നമുക്ക് ബീറ്റ കാൽക്കുലേറ്റ്, ഈ ഒരു ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇവിടുത്തെ അതേപോലെയാണ് നമ്മൾ ചെയ്യുക. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ മാറ്റി വേണമെങ്കിലും വരയ്ക്കാം. ഓക്കെ. ഇവിടെ ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്തു. നമുക്ക് അറിയാം 5 ഡിഗ്രിയിൽ നമുക്ക് ട്രൂ ലെങ്ത് മാർക്ക് ചെയ്യാൻ പറ്റും. അതായത് 5 ഡിഗ്രി ആംഗിളിലാണെങ്കിൽ നമുക്ക് ആക്സിസിൻ്റെ, ഇനി ആക്സിസ് ഓർത്താൽ മതി, ഈ ലൈൻ വരെ ആക്സിസ് ഓർക്കാം. 5 ഡിഗ്രി ആംഗിൾ, 5 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 45 ഡിഗ്രി ആംഗിൾ, 45 ഡിഗ്രി ടു VP ആണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് 5 ഡിഗ്രി മാർക്ക് ചെയ്യാം. 5 ഡിഗ്രിയിൽ നമുക്കറിയാവുന്നതാണ് ട്രൂ ലെങ്ത് മാത്രമാണ് 5 ഡിഗ്രിയിൽ മാർക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ. ഇപ്പം 5 ഡിഗ്രി എടുത്തു. അവിടെ നമുക്ക് ട്രൂ ലെങ്ത് എന്ന് പറഞ്ഞാൽ 70 mm ആയിരുന്നു. 70 mm നമുക്ക് 5 ഡിഗ്രിയിൽ മാർക്ക് ചെയ്യാം. $70 mm 5 ഡിഗ്രി ലൈനിൽ മാർക്ക് ചെയ്തു. ഓക്കെ. 70 mm കൊണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി ആണ്. 45 ഡിഗ്രി ആംഗിൾ 5 ഡിഗ്രിയിൽ നമ്മൾ ട്രൂ ലെങ്ത് മാർക്ക് ചെയ്തു. ദെൻ നമുക്ക് എന്തറിയാം, ഇവിടുന്ന് ഈ സെയിം പോയിന്റിലായിരിക്കും ടോപ്പ് വ്യൂ വരിക, ഫൈനൽ ടോപ്പ് വ്യൂ വരിക. അതായത് ട്രൂ ലെങ്ത് ആണ്, ഇവിടുന്ന് ലോക്കസ് മാർക്ക് ചെയ്താണ് ഫൈനൽ ടോപ്പ് വ്യൂ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇവിടെ നമ്മളതുപോലെ ഒരു ലോക്കസ് മാർക്ക് ചെയ്തിടുക. ദെൻ വരയ്ക്കേണ്ടത് AB. ഇവിടാണ് ആക്സിസിൻ്റെ ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത്. ആക്സിസിൻ്റെ ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ കറൻ്റ് ഉള്ള ആക്സിസിൻ്റെ ലെങ്ത്. ഈ ലെങ്ത് കോമ്പസിലെടുക്കുക. ഇവിടെ സെൻറ്റർ ആക്കിക്കൊണ്ട് ആർക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ ഒരു പോയിന്റ് കിട്ടി. ഇതാണ് ഈ ഒരു ആംഗിൾ ആയിരിക്കും ടോപ്പ് വ്യൂവിൻ്റെ ആംഗിൾ, അല്ലെങ്കിൽ ബീറ്റ എന്ന് പറയുന്നത്. അതായത് ഈ ഫുൾ ആംഗിളാണ് ബീറ്റ. നമ്മളപ്പോൾ ക്വസ്റ്റ്യനിൽ 45 ആണ് തന്നിരിക്കുന്നത്, പക്ഷെ നമ്മൾ വരയ്ക്കുമ്പോൾ ബീറ്റ ആംഗിൾ എടുത്ത് വേണം വരയ്ക്കാൻ. കാരണം ഇവിടെ ആക്സിസിൻ്റെ ലെങ്ത് റെഡ്യൂസ് ആയിട്ടുണ്ട്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് ബീറ്റ ആയിരുന്നു ഓൾറെഡി തന്നത്. ആ വീഡിയോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ബീറ്റയാണ് ഗിവൺ എന്നുള്ള കാര്യം നോട്ട് ചെയ്യണം എന്നുള്ളത്. കാരണം കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ബീറ്റ ഗിവൺ ആയിരുന്നു. അപ്പോൾ നമുക്ക് വേറെ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കേസൊന്നും വരുന്നില്ല. അതിന് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ഈ രണ്ട് ലെങ്ത് സെയിം ആയിരുന്നു. കാരണം മൂന്നാമത്തെ കണ്ടീഷൻ ഐ തിങ്ക് ബേസ് എഡ്ജ് ആയിരുന്നു. അതായത് ഒരു ഹെക്സഗണൽ
പ്രിസത്തിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത്. ഓക്കെ, അതിൻ്റെ ഫിഗർ ജസ്റ്റ് ഇവിടെ നിന്ന് കാണിക്കാം. ഓക്കെ, അത് കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ്. ഇവിടെ നമുക്ക് തേർഡ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ബേസ് എഡ്ജിനായിരുന്നു. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ബേസ് എഡ്ജ് ഇൻക്ലൈൻഡ് 45 ഡിഗ്രി, അതായത് എഡ്ജ് ഓഫ് ബേസ് ഓൺ HP അങ്ങനെ എന്തായിരുന്നു ക്വസ്റ്റ്യൻ. അതായത് ഈ RS എന്നുള്ള ബേസ് എഡ്ജ് ഇൻക്ലൈൻഡ് 40 ഡിഗ്രി ആയിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ RSൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ട്രൂ ലെങ്ത് തന്നെയാണ്, കാരണം ഇവിടുന്ന് പാരലലി വരച്ചാണ്. ഇവിടുത്തെ RSൻ്റെ ലെങ്തും ഇവിടുത്തെ RSൻ്റെ ലെങ്തും സെയിം ആണ്. അതായത് ഒറിജിനൽ ലെങ്തും ടോപ്പ് വ്യൂവിൻ്റെ ലെങ്തും സെയിം ആയിരുന്നു. സെയിം ലെങ്ത് വന്നുകൊണ്ടാണ് നമുക്ക് BT ഒന്നും എടുക്കേണ്ട വരാൻ. ഇവിടെ ആയിരുന്നപ്പോൾ നമുക്ക് ഡിഫറൻറ്റ് ലെങ്താണ് വന്നത്. അതായത് ഇവിടുത്തെ ആക്സിസിൻ്റെ ഒറിജിനൽ ലെങ്തും ഇവിടെ കിട്ടിയ ടോപ്പിൻ്റെ ലെങ്തും ഡിഫറൻ്റ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ എപ്പോഴും ബീറ്റ കാൽക്കുലേറ്റ് ചെയ്ത് വേണം വരയ്ക്കാൻ. ഓക്കെ, ബീറ്റ നമുക്ക് കിട്ടി. ഇനി ഈ ലൈനിൽ വേണം ആക്സിസ് ഇൻക്ലൈൻ ചെയ്ത് വരയ്ക്കാൻ. ആക്സിസ് ആണ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആക്സിസ് ഇൻക്ലൈൻ ചെയ്യിപ്പിക്കുന്ന ആ ഒരു ലൈനിൽ വേണം. അതാണ് ആംഗിൾ 45 ഡിഗ്രിയിലല്ല ആക്സിസ് മാറിക്കേണ്ട, പകരം ബീറ്റ ഡിഗ്രിയിലാണ്. ഇവിടെ നമുക്ക് സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ മാക്സിമം താഴെ എടുത്ത് വരയ്ക്കാം. ഓക്കെ, അപ്പം O2 ആക്സിസ് നമ്മൾ 45 ഡിഗ്രിയുടെ ബീറ്റ ആംഗിളിൽ ആക്സിസ് മാർക്ക് ചെയ്തു. ദെൻ നമുക്ക് കറസ്പോണ്ടിങ് പോയിന്റ്സ് ഒക്കെ ലൊക്കേറ്റ് ചെയ്യാം. E1 E2 നമുക്ക് ഡയറക്റ്റ്ലി കിട്ടും. സെയിം ലൈനിലാണ് E2. അതുപോലെ A2 കിട്ടും. ബാക്കി ലൈൻസാണ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് വേണ്ട പോയിന്റ്സ് എല്ലാം G2 H2 A2 B2 C2 D2 E2 F2 ഈ പോയിന്റ്സ് എല്ലാം. ഓക്കെ, ഇപ്പോൾ ഈ ഫിഗർ നേരെ ചരിച്ച് ബീറ്റ ഡിഗ്രി ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, ദെൻ നമുക്ക് ഫൈനൽ സ്റ്റെപ്പ്. ഇവിടുന്ന് പോയിന്റ്സ് എല്ലാം മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. ദെൻ അവിടുത്തെ പോയിന്റ്സ് എല്ലാം റൈറ്റിലേക്ക് എടുക്കാം. പോയിന്റ്സിൻ്റെ എണ്ണം കുറച്ച് കൂടുതലാണ്, അത്രയും ശ്രദ്ധിച്ച് ചെയ്യുക. വേണമെങ്കിൽ കുറച്ച് പോയിന്റ്സ് ചെയ്ത് ലൊക്കേറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും വരയ്ക്കാം. കുറേ ലൈൻസ് വരുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എല്ലാം ഒറ്റയടിക്ക് ലൊക്കേറ്റ് ചെയ്യുന്നതിന് പകരം കുറച്ച് പോയിന്റ്സ് മുകളിലേക്ക് വരയ്ക്കുക. അതിൻ്റെ കറസ്പോണ്ടിങ് റൈറ്റ് ലൈൻസ് വെച്ച് ലൊക്കേറ്റ് ചെയ്യാം. അവിടെ ആക്ച്വലി ഒരുപാട് ലൈൻസ് വരുന്നുണ്ട്.
ഓക്കെ, എല്ലാ പോയിൻറ്റ്സിലാണ് ഇനി ഓരോ പോയിൻറ്റ്സ് വെച്ച് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാം. ഫസ്റ്റ് O ഇങ്ങനെ ലൊക്കേറ്റ് ചെയ്യാം. ഇവിടെയാണ് ഫസ്റ്റ് O2 ഡാഷ് വരിക. ദെൻ ABCD A നോക്കാം. A2 ഡാഷ് B, B2 ഡാഷ് C2 ഡാഷ് D2 ഡാഷ് ദെൻ E XY ലൈനിലായിരിക്കും. ഒരു പോയിൻറ്റ്സ് എല്ലാം ലൊക്കേറ്റ് ചെയ്തു. ദെൻ ഇവിടുത്തെ സെൻറ്ററോടെ ലൊക്കേറ്റ് ചെയ്തു. ഓ ഇനി നമ്മൾ ബേസ് വിസിബിൾ ആണെന്ന് നോക്കുക. നമുക്കറിയാം ഈ ഡയറക്ഷനാണ് ഒബ്സർവർ. ഇപ്പോൾ ഒരിക്കലും ബേസ് വിസിബിൾ ആയിരിക്കില്ല, കാരണം ബേസ് അപ്പുറത്തോട്ട് ഫേസ് ചെയ്തായിരിക്കുന്നത്. ഈ ഡയറക്ഷനിൽ ബേസ് വിസിബിൾ ആയിരിക്കില്ല. നമുക്ക് ജസ്റ്റ് ഔട്ട്ലൈൻസ് മാത്രം ഡാർക്കാക്കാം. ഔട്ട്ലൈൻസ് എന്ന് പറയുമ്പോൾ then ബാക്കി ലൈൻസ് ഡോട്ടഡ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാം. ഈ കേസിൽ ഈ സർക്കിൾ, അതായത് എലിപ്സിന് ടാൻജൻ്റ് എന്ന രീതിയിൽ O ആയി ജോയിൻ ചെയ്യാൻ മതി. കാരണം പോയിൻറ്റ്സ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് Hലേക്കും വരയ്ക്കാൻ പറ്റില്ല, Aയിലേക്കും പറ്റില്ല എന്നുണ്ടെങ്കിൽ ടാൻജൻ്റ് ആയിട്ടങ്ങ് വരയ്ക്കാം. അപ്പോൾ ഏകദേശം H കൂടാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും കൂടെ ഡാർക്കാക്കാം. ദെൻ ആക്സിസ് കൂടെ ലൊക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയും വരയ്ക്കുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവും. ശ്രദ്ധിക്കേണ്ട കാര്യം, സർക്കിളിനെ 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആ പോയിൻറ്റ്സ് കിട്ടാൻ വേണ്ടി മാത്രം. ഓക്കെ, പോയിൻറ്റ്സ് കിട്ടാൻ വേണ്ടി 8 ഈക്വൽ പാർട്സ് ആയിട്ട് സർക്കിളിനെ ഡിവൈഡ് ചെയ്യുന്നു. ദെൻ ബാക്കി കണ്ടീഷൻ എല്ലാം സെയിം ആണ്. ബീറ്റ കാൽക്കുലേഷൻ ശ്രദ്ധിക്കുക. ലൈൻ റൊട്ടേഷൻ്റെ ജനറൽ ഫിഗർ എപ്പോഴും കീപ്പ് ചെയ്ത് വെച്ച് നോക്കുക. കാരണം 5 ഡിഗ്രിയിൽ നമ്മൾ ട്രൂ ലെങ്ത് മാർക്ക് ചെയ്തു, അവിടെ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു, അവിടെ നിന്ന് ഇവിടുത്തെ ടോപ്പ് പോയിൻ്റ് ലെങ്ത് എടുത്ത് കട്ട് ചെയ്യുമ്പോൾ ബീറ്റ കിട്ടും. ആ ബീറ്റയിലാണ് നമ്മൾ ഫുൾ ലൈൻസ്, എന്താണോ കണ്ടീഷൻ, ആക്സിസ് ആണ് ഇവിടെ, ആക്സിസ് ഇൻക്ലൈൻ ചെയ്ത് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. നെക്സ്റ്റ് അടുത്തൊരു പ്രോബ്ലം ആയിട്ട് നെക്സ്റ്റ് വീഡിയോ നമുക്ക് നോക്കാം. താങ്ക് യു.